നക്ഷത്രാസ് വ്ലോഗിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയാണ് ഇന്നും നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ കുറച്ച് വീഡിയോസ് എല്ലാം യൂട്യൂബ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെ വ്യൂസ് കൂട്ടാം, സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റിൽ രേഖപ്പെടുത്തുക. നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ വീഡിയോസ് ആയിട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്. യൂട്യൂബ് ചാനൽ തുടങ്ങി, പക്ഷെ വ്യൂസ് കിട്ടുന്നില്ല. ഇത് നമ്മൾ എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് വ്യൂസ് കൂട്ടാം, എങ്ങനെ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാം, അപ്പം നമ്മുടെ ചാനലിൽ എങ്ങനെ വ്യൂസ് കൂട്ടാനും സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും പറ്റും എന്നുള്ള നിരന്തരമായി ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് കണ്ടെത്തുന്ന ജെനുവിൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ആണ് നിങ്ങളിലേക്കും ഷെയർ ചെയ്യുന്നത്. നമ്മൾ പലതും പരീക്ഷിച്ചാൽ മാത്രമേ ചിലതെങ്കിലും ഫലത്തിൽ വരികയുള്ളൂ. മറ്റുള്ളവരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും ഉള്ള ഒരു മനസ്സാണ് ആദ്യം വേണ്ടത്. അതായത് ഏത് വീഡിയോ നമ്മൾ കണ്ടാലും അത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതൊന്ന് ലൈക്ക് ചെയ്യാനും അതിലൊരു അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു മാനസിക വലിപ്പം നമ്മൾ കാണിക്കുക. ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് തമാശയായി തോന്നാം, എന്നാൽ തമാശയല്ല. യൂട്യൂബ് എന്നത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്, അതായത് സാമൂഹിക മാധ്യമം. അത് നിലനിന്ന് പോകുന്നത് എൻ്റെയും നിങ്ങളുടെയും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചക്കാരായ മറ്റുള്ളവരുടെയും ഒക്കെ ഇടപെടൽ കൊണ്ടാണ്. കാഴ്ചക്കാരില്ലെങ്കിൽ പരസ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? പരസ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു മീഡിയ നിലനിൽക്കുന്നത് തന്നെ. അപ്പോൾ മറ്റു വീഡിയോസ് കാണുന്നവരെയും അതിൽ അഭിപ്രായം രേഖപ്പെടുത്തുന്നവരെയും യൂട്യൂബ് നന്നായി പ്രൊമോട്ട് ചെയ്യും. ഭൂരിഭാഗം ആളുകളുടെയും ചിന്ത എന്നാന്ന് വെച്ചാൽ, ഞാൻ എന്തിനാ മറ്റുള്ളവരുടെ വീഡിയോസ് കണ്ടിട്ട് അതിന് ലൈക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? ഇവരൊക്കെ അറിയപ്പെടുന്ന സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സോ ഒന്നും അല്ലല്ലോ. അപ്പം ഞാൻ അവരുമായിട്ടൊരു ഇൻറ്ററാക്ഷൻ വെക്കേണ്ടതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളൊരു ചിന്തയാണ് മിക്ക ആൾക്കാർക്കും ഉള്ളത്. ഇത് യൂട്യൂബിൽ മാത്രമല്ല, ഫേസ്ബുക്കിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും ഒക്കെ ഇത് തന്നെയാണ് അവസ്ഥ. എത്ര നല്ല കണ്ടന്റ് നമ്മൾ വീഡിയോസ് ആയിട്ടും ഫോട്ടോസ് ആയിട്ടും പോസ്റ്റ് ആയിട്ടും ഒക്കെ ഇട്ടാലും അതിൽ കമൻറ്റ് ചെയ്യുന്നവർ വളരെ ചുരുക്കമായിരിക്കും. എല്ലാവരും വായിക്കുന്നുണ്ടാവും, പക്ഷേ കമൻറ്റ് ചെയ്യുന്നത് വളരെ ചുരുക്കമായിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഇതിന് വ്യൂസ് ഇല്ല, ഇതിൻ്റെ റീച്ച് കുറവാണ് എന്നുള്ളത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യത്തില്ല. മറ്റ് ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്, സ്വയം ജീനിയസ് ആണെന്ന് കരുതുന്നവർ. അവർ തങ്ങൾക്ക് ചേരുന്ന ആൾക്കാരെന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾക്ക് മാത്രമേ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യത്തുള്ളൂ. അവരങ്ങനെ പോട്ടെ. നമ്മൾ സാധാരണക്കാരാണ്. നമ്മൾ കാണുന്ന ഏതൊരു വീഡിയോയ്ക്കും നല്ല രീതിയിൽ കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്താൽ അത് നമുക്ക് ഗുണം ചെയ്യുകയേ ഉള്ളൂ. നമ്മളൊരു വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യുമ്പോൾ അത് നമ്മുടെ ചാനലിൽ നിന്ന് അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിൽ നിന്ന് നമ്മുടെ പ്രൊഫൈലിൽ നിന്നാണ് നമ്മൾ കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ മറ്റ് പ്ലാറ്റ്ഫോംസിലാണെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ നിന്നാണ് കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആരും കാണുന്നില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. ഇത് മറ്റുള്ള ആളുകൾ നോട്ട് ചെയ്യുന്നില്ലെങ്കിലും യൂട്യൂബിൽ കമൻറ്റ് ചെയ്യുമ്പം യൂട്യൂബ് അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുന്നുണ്ട്, ഏത് ചാനലിൽ നിന്നാണ് കമൻറ്റ് വന്നതെന്നൊക്കെ. അപ്പോൾ എത്രത്തോളം നമ്മൾ കമൻറ്റ്സ് കൂടുതലിടുന്നോ അതിനനുസരിച്ച് നമ്മുടെ വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യും. ഇതൊക്കെ ഒരാളിടുന്ന് ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല, ഇതൊക്കെ ഓട്ടോമേറ്റഡ് ആയിട്ട് യൂട്യൂബിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഏതൊരു പ്ലാറ്റ്ഫോമിലായാലും നമ്മൾ എത്രത്തോളം ആക്റ്റീവാണോ അതിനനുസരിച്ചാണ് നമുക്കും വ്യൂസ് കൂടുന്നത്, നമുക്കും വളരാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളിപ്പം നമ്മുടെ വീഡിയോയ്ക്കാണെങ്കിലും കമൻസും ഭയങ്കര കുറവാണ്, കമൻസും ലൈക്കും ഒക്കെ ഭയങ്കര കുറവാണ്. അപ്പോൾ എനിക്ക് ലൈക്കും കമൻറ്റും കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത്, നിങ്ങൾക്കും ഗുണകരമായിരിക്കും. കാരണം എൻ്റെ വീഡിയോസിൻ്റെ അടിയിൽ വരുന്ന കമൻസ് എല്ലാം അതിനെല്ലാം നമ്മൾ തിരിച്ച് റിപ്ലൈ കൊടുക്കാറുണ്ട്. അതിൽ ചാനൽ ഉണ്ടെങ്കിൽ അതിൽ പോയി സബ്സ്ക്രൈബ് ചെയ്യാറുമുണ്ട്. അപ്പോൾ ഇതേപോലെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. എനിക്ക് കമൻസും ലൈക്കും സപ്പോർട്ടും തരുന്നവരെ ഞാനും സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളെല്ലാവർക്കും അങ്ങോട്ട് പോയിട്ട് നമ്മുടെ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചും ആ സപ്പോർട്ട് കിട്ടും. അത് മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു സപ്പോർട്ട് മാത്രമല്ല, യൂട്യൂബ് നന്നായിട്ട് നമ്മളെ റെക്കമെൻഡ് ചെയ്യുകയും ചെയ്യും. നമുക്ക് യൂട്യൂബ് ഷോർട്സ് എങ്ങനെ വൈറലാക്കാം എന്ന് നോക്കാം. ഇത് ഒരു ട്രിക്കാണ്, പലരും ലക്ഷക്കണക്കിന് വ്യൂസ് വാരിക്കൂട്ടിയ ട്രിക്ക്. നമുക്കൊന്നും പ്രത്യേകിച്ച് നഷ്ടപ്പെടാനില്ല, അതുകൊണ്ടാണ് ഞങ്ങളിത് നിങ്ങൾക്കും പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ കാര്യം, യൂട്യൂബ് ഷോർട്സിൻ്റെ മാക്സിമം ലെങ്ത് നമ്മൾ ഉപയോഗിക്കുക. എത്രത്തോളം അതിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 60 സെക്കൻഡ് ആണെങ്കിൽ 59 സെക്കൻഡ് നമ്മൾ ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുക. മാക്സിമം ലെങ്ത് ഉണ്ടായാലും മാത്രമേ വാച്ച് അവർ കൂടുകയുള്ളൂ. ഇത് മൊണറ്റൈസ്ഡ് ആയവർക്കും മൊണറ്റൈസ്ഡ് ആകാത്തവർക്കും ഒക്കെ ബാധകമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണതെന്ന് നമുക്കൊരു സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണാം. ആദ്യം നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുമ്പം ഏറ്റവും ടോപ്പിലായിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ്റെ തൊട്ടിപ്പുറത്തൊരു നീഡിൽ കാണും, അത് സെലക്ട് ചെയ്യുക. അതിൽ നിന്ന് വരുന്ന ഓപ്ഷനകത്തുനിന്ന് മ്യൂസിക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക.
അപ്പം നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഏറ്റവും ടോപ്പ് മ്യൂസിക്സിൻ്റെ ഒരു ലിസ്റ്റ് ആയിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. താഴേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും വ്യൂസ് കൂടുതലുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക് സെലക്ട് ചെയ്യുക. അത് ഇന്ത്യൻ മ്യൂസിക് അതിനേക്കാട്ടിലും ഉപരിയായിട്ട് വേൾഡ് വൈഡ് നിൽക്കുന്ന ഏതെങ്കിലും ഒരു മ്യൂസിക്കാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ മ്യൂസിക് വെച്ച് ചെയ്തിട്ടുള്ള വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നിന്നും ഏറ്റവും ടോപ്പ് വ്യൂസ് ഉള്ള ഒരു വീഡിയോ നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോവാം. ഡിസ്ക്രിപ്ഷനിൽ മോർ ഓപ്ഷന് ക്ലിക്ക് ചെയ്യുക. മോർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ താഴേക്ക് നമുക്ക് കൂടുതലായിട്ടുള്ള വീഡിയോസ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഷോർട്സ് കാണാൻ പറ്റും. ആ മ്യൂസിക് വെച്ച് റീമിക്സ് ചെയ്തിട്ടുള്ള ഷോർട്സ് ആണ് കാണാൻ സാധിക്കുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പം എല്ലാ ഷോർട്സും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ഇന്ത്യൻ വീഡിയോസും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ഇതിൻ്റെ ടോപ്പിലേക്ക് പോയിട്ട് അവിടെ സേവ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ മ്യൂസിക് നമ്മുടെ ഇതിലേക്ക് സേവ് ആവും. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഷോർട്സ് വീഡിയോ എടുക്കുക. ഇപ്പോൾ ഇവിടെ സേവ്ഡ് ആയിട്ടുണ്ട്. നമ്മളിനി നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്ത് അതിലേക്ക് നമ്മുടെ ഷോർട്സ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഷോർട്സ് സാധാരണ പോലെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് പോലെ ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നെക്സ്റ്റ് അടിച്ചു. എന്നിട്ട് നമ്മൾ ആഡ് മ്യൂസിക് ഓപ്ഷൻ കൊടുക്കുക. ആഡ് മ്യൂസിക്കിനകത്ത് ബ്രൗസ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, സേവ്ഡ് ഓപ്ഷനുണ്ട്. അതിൽ സേവ്ഡ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മളിപ്പോൾ സേവ് ചെയ്ത് വെച്ച ആ വീഡിയോ മ്യൂസിക് നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇടുക. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചില സമയത്ത് ഇതിന് കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്നാന്ന് വെച്ചാൽ ടോപ്പ് റൈറ്റിൽ പോയിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 2 ഓപ്ഷൻസ് വരും. നമ്മൾ ഈ വീഡിയോയ്ക്ക് ഓൾറെഡി നമ്മളൊരു വോയിസോ മ്യൂസിക്കോ കൊടുത്തിരിക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മൾ കൂട്ടിയിടുക, 100 ആക്കിയിടുക. മറ്റേ മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ 0 ആക്കിയിടുക. സേവ്ഡ് മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ 0 ആക്കിയിടുക. എന്നിട്ട് നമ്മൾ നോർമലി നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഷോർട്സിൽ നമ്മൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നത് അതേപോലെ വെച്ചിട്ട് അതിൻ്റെ തംബ്നെയിൽ ഓപ്ഷൻ കൊടുക്കുക, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ടാഗ് കൊടുക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ചാനലിൻ്റെ പേര് നമ്മൾ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ഇട്ടിട്ടും അതേപോലെ സ്മോൾ ലെറ്റർ ഇട്ടിട്ടും ഒക്കെ നമ്മൾ ആഡ് ചെയ്യുക. അതിനകത്ത് ടൈറ്റിലിനകത്തും ടാഗിനകത്തും ഒക്കെ അത് ആഡ് ചെയ്യുക. അതേപോലെ നമ്മൾ എന്ത് വീഡിയോ ആണോ ചെയ്തിരിക്കുന്നത് ആ വീഡിയോയുടെ അനുബന്ധമായിട്ടുള്ള ടാഗുകൾ എന്തൊക്കെയാണോ അതും നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ചെയ്തിട്ട് നമ്മൾ പബ്ലിക് ആക്കിയിട്ട് സേവ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ നോക്കണ്ട. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം വ്യൂസ് കാണും. വേണമെങ്കിൽ നമുക്കൊന്നും കൂടി എഡിറ്റ് ചെയ്ത് കുറച്ച് ടാഗുകളും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് നല്ല വ്യൂസ് കിട്ടും. ഇത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മ്യൂസിക്കിൻ്റെ ഇത് നിൽക്കുന്നത് കൊണ്ട് ആ ഒരു കാറ്റഗറിയിലേക്കാണ് കയറി പോകുന്നത്. അപ്പോൾ നല്ല വ്യൂസ് നമുക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ഷോർട്സ് അപ്ലോഡ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. തീർച്ചയായിട്ടും വ്യൂസ് കൂടുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ, അതായത് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് തോന്നുന്നവർ, താല്പര്യമുള്ളവർ മാത്രം ലൈക്ക് ചെയ്യുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. കമൻസ് ഒക്കെ ഇടുക. നിങ്ങൾക്കുള്ള സംശയങ്ങൾ കമൻസ് ആയിട്ട് രേഖപ്പെടുത്തിയാൽ നമ്മൾ അതിൻ്റെ വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.